ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സുഖമാണ് എന്ന് പറയുന്ന മലയാളം മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ തിയോയാണ്. അവന്റെ വീട്ടില് അവൻ ഒറ്റയ്ക്കായിരുന്നു താമസം. നാട്ടിലുള്ള എല്ലാവരും അവനെ മെന്റൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരാള്. അയാൾ പറയുന്നിടത്തെല്ലാം അയാളെയും കൊണ്ടുപോകണം. ജോലി കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിലെത്തും. വൈകുന്നേരം എവിടെങ്കിലും പോയി ഫുഡ് കഴിക്കും. അങ്ങനെ കഴിക്കാൻ പോകുന്നിടത്തെല്ലാം അവൻ ഒറ്റയ്ക്കിരുന്നാണ് കഴിക്കുന്നത്. ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയും കാമുകിയുടെ കൂടെയൊക്കെ വരുമ്പോൾ അവന്റെ ലൈഫിൽ മാത്രം അവന് സംസാരിക്കാനോ ഒരുമിച്ചിരുന്ന് കഴിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെല്ലാം കണ്ട് സങ്കടത്തോടു കൂടി വീട്ടിലെത്തി കഴിയുമ്പോൾ തനിക്ക് ആരെങ്കിലുമൊക്കെ ബന്ധുക്കാരുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അവരോട് സംസാരിച്ചിരുന്നേനെന്നൊക്കെ അവൻ ഇമാജിൻ ചെയ്യാൻ ആരംഭിക്കും. തനിയെ സംസാരിക്കാൻ ആരംഭിക്കും. ഇതൊക്കെ കൊണ്ടാണ് അവനെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം മെന്റൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇവനാകട്ടെ ആ ഓണറിനെയും കൊണ്ട് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ വീട്ടുകാര് അയാളെ കേക്കൊന്നും തിന്നാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം വഴിയിൽ ഒരിടത്തു നിന്നും അയാൾ കേക്ക് വാങ്ങി കഴിക്കാൻ ആരംഭിച്ചു. നിനക്കും വേണോ എന്ന് ചോദിച്ച് തീയുടെ അടുത്തേക്ക് അയാൾ കേക്കും കൊണ്ടുവരുന്നു. ആ കേക്ക് കണ്ടപ്പോൾ തീയുടെ മനസ്സിലേക്ക് പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അവന് ചെറുപ്പത്തിൽ സംഭവിച്ചൊരു ട്രോമ ഉണ്ടായിരുന്നു. അവന്റെ മനസ്സിലേക്ക് ആ കേക്ക് ഓർമ്മകൾ കൊണ്ടുവന്നതോടുകൂടി അവൻ വല്ലാതെ പാനിക് ആകാൻ ആരംഭിച്ചു. വണ്ടി നല്ല സ്പീഡിൽ അവൻ ഓടിക്കാൻ ആരംഭിച്ചു. കൂടെ ഇരുന്ന ആളാകട്ടെ പേടിച്ച് ഹോസ്പിറ്റലാവുകയും ചെയ്തു. അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചതിന്റെ പേരിൽ അവനെ പോലീസുകാർ പിടിച്ചു. അതേസമയം അവിടെയാകട്ടെ ഐപ്പ് എന്ന് പറയുന്ന ഒരാളെ കൂടി പോലീസുകാരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാളൊരു ലോഡ്ജിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കി. അതിന്റെ പേരിലാണ് അയാളെ പിടിച്ചുകൊണ്ട് വന്നത്. ലോഡ്ജിൽ ജോലി ചെയ്തിരുന്ന ബംഗാളി അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഐപ്പ് അവിടെ വെച്ചിട്ട് തിയോയെ പരിചയപ്പെടുന്നു. പോലീസുകാർ തൽക്കാലം ഇവരെയെല്ലാം ഒന്ന് ഉപദേശിച്ച് പറഞ്ഞു വിട്ടു. പക്ഷെ അമിത വേഗതയിൽ വണ്ടി ഓടിച്ചത് കാരണം അവന്റെ അവിടുത്തെ ഡ്രൈവർ ജോലി നഷ്ടപ്പെട്ടു. പുതിയൊരു ജോലി കിട്ടുമെന്ന് അവൻ പലരോടും അന്വേഷിച്ചു. എന്നാൽ അവന്റെ ഈ മാനസികാവസ്ഥയൊക്കെ അറിയാവുന്ന ആരും തന്നെ അവന് ജോലി കൊടുത്തില്ല. അങ്ങനെ അവൻ പോകുന്ന വഴിക്ക് വണ്ടിയിലെ പെട്രോൾ തീർന്ന കാരണം വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അവൻ പെട്രോൾ വാങ്ങാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ആ വണ്ടി ഇരുന്നിടത്ത് വണ്ടി ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തൊരു വീട്ടിലാകട്ടെ ഒരു മരണം നടന്നിരിക്കുന്നു. തന്റെ വണ്ടി എവിടെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞത്, ഇവിടേക്ക് ആംബുലൻസ് വരാനിരിക്കുന്നത് കൊണ്ട് നിന്റെ വണ്ടി ഞാൻ അകത്തേക്ക് തള്ളി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ തിയോ പോയി അകത്തു നിന്നും വണ്ടി എടുക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളാകട്ടെ തിയോ ഇതേ വീട്ടിലെ തന്നെ ബന്ധുക്കാർ ആരെങ്കിലും ആയിരിക്കും എന്ന് കരുതിയിട്ട് അവനോട് കുറച്ച് ജോലി ചെയ്യാൻ പറയുന്നു. അവനാകട്ടെ നോ പറയാനും പറ്റിയില്ല. അവിടെ ഇരുന്ന റീത്ത് അകത്തു കൊണ്ടുവെക്കാനും കസേരയൊക്കെ അകത്തേക്ക് കൊണ്ടുവെക്കാനും പറഞ്ഞത് കാരണം അവൻ അതൊക്കെ ചെയ്തു. അവിടെ ഉള്ളവരെല്ലാം തന്നെ അവൻ ഈ വീട്ടിലെ ഏതോ ബന്ധുക്കാരനാണ് എന്നുള്ള രീതിയിൽ പെരുമാറാൻ തുടങ്ങി. തിയോയും എതിർപ്പൊന്നും പറയാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. വർഗീസ് എന്നൊരാളാണ് അവിടെ മരിച്ചത്. അയാളുടെ മകനാകട്ടെ വലിയ വിഷമമൊന്നുമില്ലാതെ അയാൾ സ്ഥിരമായിട്ട് ധരിച്ചിരുന്ന ബാത്റൂം എടുത്തുകൊണ്ട് അയാളുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് വന്നിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുടിയൻ വിചാരിക്കുന്നുണ്ട് ഈ വർഗീസ് പഠിപ്പിച്ച ഏതെങ്കിലും പയ്യനായിരിക്കും ഈ തിയോ എന്ന്. അതുകൊണ്ട് തിയോയെ കൊണ്ടുപോയി വർഗീസിന്റെ മകന്റെ അടുത്തിരുത്തി. വരുന്നവരും പോന്നവരും എല്ലാം തിയോയും ആ വീട്ടിലെ ആളാണെന്നുള്ള രീതിയിൽ അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഒരു ബന്ധുക്കാരും ഇല്ലാതിരുന്നിടത്ത് ഒരു മരണ വീട്ടില് ഒരു ബന്ധുവിനെ പോലെ വന്നിരിക്കാൻ പറ്റിയത് കാരണം തീക്ക് ഉള്ളിലൊരു സന്തോഷവും തോന്നി. അതുകൊണ്ട് ആ മരിച്ചുപോയ വർഗീസിനെ തന്റെ ബന്ധുവായിട്ട് അങ്ങ് സ്വീകരിച്ച് അയാളുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് അവൻ വീട്ടിലൊട്ടിക്കുന്നു. പക്ഷെ ഫോട്ടോയോടൊപ്പം അയാളുടെ ആത്മാവും അവന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അവന് മരിച്ചുപോയ വർഗീസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ്പ എന്ന് അവൻ വർഗീസിനെ വിളിക്കാൻ ആരംഭിച്ചു. ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ലാന്നും ഞാനും നിന്റെ കൂടെ ഈ വീട്ടിലുണ്ടാകുമെന്നും വർഗീസ് അവനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൻ ഉറക്കമുണർന്നപ്പോൾ താൻ തലേന്ന് കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അവന് ഡൗട്ട് തോന്നി. പക്ഷെ അതെല്ലാം സത്യമായിരുന്നു. വർഗീസിനെ അപ്പോഴും അവന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വർഗീസ് അവനോട് നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. എന്നാൽ ആദ്യമായിട്ടായിരുന്നു അവനോടൊരാള് അങ്ങനെ ചോദിക്കുന്നത്. സംസാരിക്കാൻ ഒരാളായതോടുകൂടി തിയോയ്ക്ക് കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി. പുതിയൊരു ജോലി കണ്ടെത്തുന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ടാസ്ക്. വർഗീസ് പറഞ്ഞ പ്രകാരം അവൻ പത്രം വരുത്തി. അതിലുണ്ടായിരുന്ന ആർട്സ് എല്ലാം നോക്കി പലയിടങ്ങളിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. എന്നാൽ ഒന്നും തന്നെ ശരിയായില്ല. വർഗീസിന്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അയാളുടെ ബന്ധുക്കാരെ കാണാനും ഇവർ രണ്ടുപേരും പോയി. അയാളുടെ മകനോ ബന്ധുക്കാർക്കോ ഒന്നും തന്നെ പഴയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ മറക്കുമെന്നും അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമെന്നും വർഗീസ് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആരും നമ്മളെ ഓർക്കാൻ പോകുന്നില്ല. അവിടെ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് തിയോ ആകട്ടെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട ഐപ്പിനെ കാണുന്നുണ്ട്. ഐപ്പ് തിയോയെ കണ്ടതും പഴയ പരിചയം പുതുക്കുന്നു. താൻ ഇവിടെ ഒരിടത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്, നിങ്ങളെ ആ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഐപ്പ് ആകട്ടെ തിയോയെ അവിടേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ ഞങ്ങൾ കുറച്ച് ബിസിയാണെന്നാണ് തിയോ പറയുന്നത്. ഞങ്ങളെന്ന് പറയുന്ന എന്തിനാ, നീ ഒരാളല്ലേ ഉള്ളൂ എന്ന് ഐപ്പ് തിയോയോട് ചോദിക്കുന്നു. തിയോയ്ക്ക് മാത്രം കാണാൻ പറ്റുന്ന വർഗീസിന്റെ ആത്മാവാണല്ലോ കൂടെയുള്ളത്. ഐപ്പിനെ സംബന്ധിച്ച് അവിടെ തിയോ മാത്രമേ ഉള്ളൂ. തൽക്കാലം അയാൾക്ക് കൺഫ്യൂഷൻ ഒന്നും തോന്നണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് തിയോ ഐപ്പിന്റെ കൂടെ പോയി. ഒരു വൈദ്യുത ശ്മശാനത്തിലേക്കാണ് ഐപ്പ് തിയോയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് ഐപ്പായിരുന്നു. അവിടുത്തെ ആംബുലൻസ് ഡ്രൈവർ ജോലി രാജിവെച്ചിട്ട് പോയി. തനിക്കൊരു ഡ്രൈവറിന്റെ ആവശ്യമുണ്ടെന്നും എല്ലാ ജോലിയും കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നും ഐപ്പ് പറഞ്ഞത് കേട്ടിട്ട് വർഗീസ് തിയോട് പറയുന്നുണ്ട്, നീ അയാളോട് സംസാരിച്ച് ആ ജോലി വാങ്ങിച്ചെടുക്കാൻ. അങ്ങനെ തിയോ ഐപ്പിനോട് സംസാരിക്കുന്നു. ഡ്രൈവറിന്റെ ജോലി എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. ഐപ്പിനും സമ്മതമായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ആ വൈദ്യുത ശ്മശാനം നടത്തിക്കൊണ്ടു പോവുകയാണ്. ഒരു ദിവസം അവരാകട്ടെ
ആകട്ടെ ഒരു മരണ വീട്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള മക്കളുടെ അമ്മയായിരുന്നു മരിച്ചത്. ആ മക്കളാകട്ടെ അമ്മയുടെ തയ്യൽ മെഷീനും സ്വത്തിനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയായിരുന്നു. തിയോയ്ക്ക് അവരുടെ ആത്മാവിനെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തന്റെ മക്കൾ ഇങ്ങനെ സ്വത്തിനും സാധനത്തിനും ഒക്കെ വേണ്ടിയിട്ട് അടിയുണ്ടാക്കുന്നത് കണ്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ആ സ്ത്രീ. തിയോ ആകട്ടെ അവരോട് സംസാരിച്ച് അവരെയും തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വല്യമ്മച്ചി എന്നായിരുന്നു അവൻ അവരെ വിളിച്ചിരുന്നത്. ഇപ്പൊ വർഗീസിന്റെ കൂടെ വല്യമ്മച്ചിയുടെ ആത്മാവും അവിടെ വന്നിരിക്കുന്നു. എന്നാൽ ആ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് അവര് പറയുന്നുണ്ട് ഇവിടെ ഒന്നും ഒരു വൃത്തിയില്ല, ഇവിടെ വെപ്പും കൂടി ഒന്നുമില്ലേ എന്ന്. ഫ്രിഡ്ജിലാകട്ടെ തിയോ എപ്പോഴും ആകെ മുട്ടയും ബ്രെഡും മാത്രമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വല്യമ്മച്ചി വന്നതോടുകൂടി നല്ല ആഹാരമൊക്കെ താൻ പാകം ചെയ്തു തരാമെന്ന് തിയോയോട് അവർ പറയുന്നു. പിറ്റേ ദിവസം അവരുടെ വൈദ്യുത ശ്മശാനത്തിലേക്ക് ഒരു ഗുണ്ടയുടെ ഡെഡ് ബോഡിയാണ് കൊണ്ടുവരുന്നത്. ഉണ്ണി എന്ന് പറയുന്ന അയാളെ അടക്കം ചെയ്യാനായിരുന്നു ഒരു അടിപിടി നടക്കുന്നതിനിടയ്ക്ക് കുത്തുകൊണ്ട് മരിച്ചതായിരുന്നു ഈ ഉണ്ണി. ഒരു ഗുണ്ടയുടെ ആത്മാവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് കരുതി തിയോ ആകട്ടെ ആ ആത്മാവിനെ കാണാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ഉണ്ണി പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ എന്നെയും നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലേ പറ്റുമെന്ന്. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ തിയോ അയാളുടെ ആത്മാവിനെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവരെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുകളിൽ നിന്നും വീടിന്റെ ഒരു ഭാഗം ഇളകി താഴേക്ക് വീഴുന്നു. ആ വീടാകട്ടെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. പലയിടങ്ങളിലും അറ്റകുറ്റപ്പണിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ആ വീട് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. തിയോയ്ക്ക് മാത്രമല്ലേ ഇവരെ കാണാൻ പറ്റൂ. തിയോ ഇവരോട് സംസാരിച്ചുകൊണ്ടായിരുന്നു അവിടെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത്. പുറത്തു നിന്നിരുന്ന ആൾക്കാരെല്ലാം തിയോയെ മെന്റൽ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കാൻ തുടങ്ങി. സ്ഥിരമായിട്ട് അവനെ മെന്റൽ എന്ന് വിളിക്കുന്ന കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു അവിടെ. എന്നാൽ ഈ പ്രാവശ്യം ഉണ്ണിയാകട്ടെ തിയോട് പറയുന്നുണ്ട് നീ അവന്മാരെ പോയി അടിക്കാൻ. ഇനിയും നീ ധൈര്യത്തോടെ നിന്നില്ലെങ്കിൽ അവന്മാര് പിന്നെയും നിന്നെ മെന്റൽ എന്ന് വിളിക്കും. ധൈര്യം സംഭരിച്ച് തിയോ പോയി അതിലൊരു പയ്യന്റെ മുഖത്തടിക്കുന്നു. എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കാലം തിയോ പേടിച്ചു നിന്നിരുന്നതാണ്. എന്നാൽ അവനിപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാരണം അവര് പിന്നെ അവനെ മെന്റൽ എന്ന് വിളിച്ചില്ല. വല്യമ്മച്ചിയുടെ സഹായത്തോടു കൂടി വീടിന്റെ മുകളിൽ അവന് ചെറിയ കൃഷിയൊക്കെ തുടങ്ങി. വീട്ടിലേക്കുള്ള പച്ചക്കറിയെല്ലാം തന്നെ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. ഇനി ഒരുപാട് ബന്ധുക്കൾ തനിക്ക് വേണമെന്ന് തിയോയ്ക്ക് തോന്നി. അവൻ വാർത്തയില് ഒരു ജപ്പാൻ യുവതി അവിടെ അടുത്തൊരു കായലിൽ മുങ്ങി മരിച്ചത് കാണുന്നു. അങ്ങനെ ആ യുവതിയുടെ അടക്കം നടന്ന സ്ഥലത്തേക്കും അവൻ പോവുകയും ആ യുവതിയുടെ ആത്മാവിനെയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. നിക്കോ എന്നായിരുന്നു ആ യുവതിയുടെ പേര്. അതിനുശേഷം പിന്നീട് ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു റാപ്പറിന്റെ ബോഡി അവൻ കാണുന്നു. ആ റാപ്പറിന്റെ ആത്മാവിനെയും അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് അവൻ കൊണ്ടുവന്നത് ഒരു തബലിസ്റ്റിനെയായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഹാപ്പി ആയിട്ട് ആ വീട്ടിൽ താമസിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന ബന്ധുക്കാരും തനിക്കില്ലാത്ത സ്ഥിതിക്ക് ഈ മരിച്ച ആൾക്കാരെങ്കിലും തന്റെ ബന്ധുക്കാരായിട്ട് തന്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് തിയോ കരുതി. അവരുടെ എല്ലാം ഫോട്ടോ തന്റെ ഫാമിലി ട്രീയിൽ അവൻ ഒട്ടിക്കുകയും ചെയ്തു. ജപ്പാൻ യുവതിയായ നിക്കോ ആകട്ടെ ഇവിടേക്ക് വന്നത് ഇവിടെയുള്ള തന്റെ കാമുകനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല. പ്രണയം വളരെ മനോഹരമാണെന്ന് നിക്കോ പറയുന്നു. നിനക്കൊരു പെണ്ണ് വേണ്ടേ എന്നാണ് അവൾ തിയോയോട് ചോദിക്കുന്നത്. ഏതെങ്കിലും നല്ല പെൺകുട്ടി മരിക്കുകയാണെങ്കിൽ അവളുടെ ആത്മാവിനെ എന്റെ കാമുകയായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് തിയോ പറയുന്നു. പിന്നീട് അങ്ങോട്ട് അങ്ങനൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇവർ. അങ്ങനെ ഇവർ വാർത്തകൾ കണ്ട് പലയിടങ്ങളിലേക്കും പോകുന്നു. എന്നാൽ അവർക്ക് പറ്റിയ ഒരു പെൺകുട്ടിയും കിട്ടിയില്ല. ചെന്ന് നോക്കുമ്പോൾ ഒന്നുകിൽ നല്ല പ്രായമുള്ള സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരുള്ള പുരുഷന്മാരായിരിക്കും. അതുകൊണ്ട് തിയോയ്ക്ക് പറ്റിയ ഒരു പെൺകുട്ടിയും കിട്ടിയില്ല. ഐപ്പിന്റെ കൂടെ വണ്ടിയിൽ പോകുമ്പോഴും തിയോയ്ക്ക് തന്റെ കൂടെ ഇരിക്കുന്ന ആത്മാക്കളെ കാണാമായിരുന്നു. തിയോ ശരിക്കും ഈ ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ആരോടാണെന്ന് ഐപ്പിന് മനസ്സിലായില്ല. അവൻ ചിലപ്പോൾ അവന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയുന്നതായിരിക്കാമെന്നാണ് ഐപ്പ് കരുതുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഐപ്പിന്റെ കൂടെ മദ്യപിച്ചിട്ട് അവൻ പോകുന്ന വഴിക്ക് പോലീസ് അവരെ പിടിക്കുന്നു. എന്നാൽ SI ഐപ്പിനെ കണ്ടതും സല്യൂട്ട് ചെയ്യുകയും സാർ എന്താ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. ഏതോ സ്റ്റേഷനിലെ CA ആയിരുന്നു ഐപ്പെന്ന് ആ പോലീസുകാരന്റെ സംസാരത്തിൽ നിന്നും തിയോയ്ക്ക് മനസ്സിലായി. പോലീസുകാരൻ ഐപ്പിനെ വെറുതെ വിട്ടോ. എന്നാൽ ചേട്ടൻ ഇതിനു മുമ്പ് പോലീസിലായിരുന്നു എന്ന് തിയോ ചോദിക്കുമ്പോഴാണ് ഐപ്പ് തന്റെ കഥ പറയുന്നത്. അയാൾ ഒരു സ്റ്റേഷനിലെ CA ആയിരുന്നു. എന്നാൽ അയാളുടെ മകൻ കെവിൻ ആകട്ടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ചീത്ത കൂട്ടുകെട്ടിൽ പോയി പെട്ടു. രണ്ട് ഗ്യാങ്ങുകൾ തമ്മിൽ എപ്പോഴും കോളേജിൽ വഴക്കായിരുന്നു. ഒരു ഗ്യാങ്ങിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐപ്പറിയാതെ അയാളുടെ റിവോൾവറും എടുത്തിട്ടാണ് ഒരു ദിവസം മകൻ കെവിൻ കോളേജിലേക്ക് പോയത്. രണ്ട് ഗ്യാങ്ങും തമ്മിലുള്ള വഴക്കിനിടയിൽ കെവിന്റെ കയ്യിലിരുന്ന തോക്കിൽ നിന്നും കയ്യബദ്ധത്തിൽ വെടിപൊട്ടി എതിർ ഗ്യാങ്ങിൽ ഒരാൾ മരിച്ചു. കെവിനെതിരെ കേസ് വരുമെന്ന് ഉറപ്പായപ്പോൾ ഐപ്പ് ആ കുറ്റം ഏറ്റെടുത്തു. വർഷങ്ങളോളം ജയിലിൽ കിടന്നു. 12 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾ തിരിച്ചെത്തിയപ്പോഴേക്കും അയാളുടെ മകൻ നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്നും ഐപ്പ് ഇറങ്ങുന്നതിന്റെ എന്ന് അയാളെ കൂട്ടൻ മകൻ വന്നിട്ടുണ്ടായിരുന്നു. മകൻ സ്നേഹിക്കുന്ന ജിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു. നല്ല കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു അത്. പക്ഷേ വിവാഹത്തിന് ഐപ്പ് വരണ്ടെന്നാണ് മകൻ പറയുന്നത്. അച്ഛൻ ജയിലിലായിരുന്ന കാര്യമൊന്നും തന്നെ ജിൻസിക്കോ ജിൻസിയുടെ പേരൻസിനോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. കെവിൻ അത് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ഐപ്പിന് വിഷമം തോന്നിയെങ്കിലും മകന്റെ മുന്നിൽ അതൊന്നും അയാൾ കാണിച്ചില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു അച്ഛനെ പോലെയായിരുന്നു ഐപ്പ് അവനോട് സംസാരിച്ചത്. അവര് ചോദിക്കുകയാണെങ്കിൽ പണ്ട് ഞാൻ നാട് വിട്ടു പോയിരുന്നതാണെന്ന് പറഞ്ഞാൽ മതി, എന്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അവരറിയാത്തതാ നല്ലത്. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഐപ്പ് അവിടെ നിന്ന് പോകാൻ നേരത്ത് മകൻ കുറച്ച് കാശെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. എവിടെയെങ്കിലും കൊണ്ടുവിടണോ, താമസിക്കാൻ ഏതെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു തരണോന്ന് മകൻ ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട, താൻ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആ കാശും വാങ്ങി ഐപ്പ് പോയി. എന്നാൽ അയാൾ സങ്കടം സഹിക്കവയ്യാതെ ഒരു തിയേറ്ററിൽ കയറിയിരുന്ന് കരയുകയായിരുന്നു. ആർക്കു വേണ്ടിയിട്ടാണോ താൻ ജയിലിൽ പോയത് അതേ മകൻ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. സങ്കടം സഹിക്കവയ്യാതെ ഇനി ജീവിക്കണ്ടെന്ന് കരുതിയിട്ട് അയാൾ ഒരു ലോഡ്ജിലെ റൂം എടുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഈച്ച വന്ന് അയാളെ ശല്യം
ശല്യം ചെയ്യാൻ തുടങ്ങി. ഈച്ചയെ ഓടിക്കുന്നതിനിടയിൽ ബാലൻസ് തെറ്റി സ്റ്റൂളിൽ നിന്ന് താഴെ വീണു. സൗണ്ട് കേട്ട് അവിടേക്ക് വന്ന ബംഗാളി പയ്യന് കാര്യം മനസ്സിലായി. അവൻ പോലീസിൽ വിവരം അറിയിക്കുകയും അങ്ങനെ ഇവരെ രണ്ടുപേരെയും പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ചാണ് അയ്യപ്പ് തിയോയെ ആദ്യമായിട്ട് കാണുന്നത്. ആ ബംഗാളിയുടെ സഹായത്തോടു കൂടിയാണ് അയ്യപ്പിന് ഇപ്പോൾ ശ്മശാനത്തിൽ ജോലി കിട്ടിയതും താമസിക്കാനുള്ള സൗകര്യം കിട്ടിയതും. ചേട്ടൻ എന്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് തിയോ ആകട്ടെ അയ്യപ്പനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോകുന്നു. വീടും പരിസരവും അയ്യപ്പന് ഇഷ്ടപ്പെട്ടു. എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ തിയോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് അയ്യപ്പ് കാണുന്നുണ്ട്. തന്റെ വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളോട് അയ്യപ്പ് ഇവിടേക്ക് താമസിക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു തിയോ. കാര്യം മനസ്സിലാകാതെ അയ്യപ്പ് അവിടെയെല്ലാം പരിശോധിക്കുമ്പോഴാണ് തിയോയുടെ ഫാമിലി ട്രീ കാണുന്നത്. തന്റെ ശ്മശാനത്തിൽ അടക്കം ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അതോടെ അയ്യപ്പന് മനസ്സിലായി താൻ വിചാരിക്കുന്ന പോലെ തിയോ അത്ര നോർമൽ അല്ലാന്ന്. അയാൾ പേടിച്ച് അവിടെ നിന്നും പോയി. എന്നാൽ തിയോ വീണ്ടും അയാളെ കണ്ട് സംസാരിക്കുന്നു. ചേട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. താൻ ഒറ്റയ്ക്കായിരുന്നത് കാരണം ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ എന്റെ ബന്ധുക്കളായിട്ട് കണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയാണെന്ന്. ചേട്ടന്റെ മകൻ ചേട്ടനെ സ്വീകരിച്ചില്ലല്ലോ. ചേട്ടന്റെ മകനായിട്ട് എന്നെ ആ സ്ഥാനത്ത് ചേട്ടൻ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ചേട്ടനും ആരുമില്ല, എനിക്കും ആരുമില്ല. നമ്മളൊരു ഫാമിലി ആകുമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഇമോഷണലി അയാളെ ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വല്യമ്മച്ചി തന്നെയാണ് തിയോട് പറയുന്നത്. എന്തായാലും അതേറ്റു. അയ്യപ്പ് തിയോയുടെ കൂടെ ഒരുമിച്ച് താമസിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവർ ഒരു ദിവസം ഒരു ഡെഡ് ബോഡി എടുക്കാൻ പോകുന്ന വഴിയായിരുന്നു. ആ സമയം ആദരാഞ്ജലികൾ എന്ന ബോർഡുമായിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആരോ കൊണ്ടുപോകുന്നത് തിയോ കാണുന്നു. ആ പെൺകുട്ടിയെ കണ്ടതും ഇവളെ തനിക്ക് കാമുകിയാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് തിയോ ആ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കുറെ ആൾക്കാര് ആ പെൺകുട്ടിയുടെ ബോഡി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും കാണും. ആ ആത്മാവിനെ തന്റെ കാമുകിയായിട്ട് കൂട്ടിക്കൊണ്ടു പോകാമെന്നായിരുന്നു തിയോയുടെ പ്ലാൻ. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടപ്പുണ്ട്. ചുറ്റും നിന്ന് കുറച്ച് ആൾക്കാർ കരയുന്നുണ്ട്. എന്നാൽ നല്ലപോലെ ശ്രദ്ധിക്കുമ്പോൾ ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കൈകൾ അനങ്ങുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ചാടി എഴുന്നേൽക്കുന്നു. തിയോയോ ഇപ്പം അത് നോക്കി ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരോടെല്ലാം നിങ്ങളുടെ കാശൊക്കെ ഞാൻ തരാം, ഇപ്പൊ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഡ്രസ്സ് അഴിക്കാൻ വേണ്ടിയിട്ട് തിയോയുടെ ഹെൽപ്പും ചോദിക്കുന്നു. ഈ ഡ്രസ്സ് നിങ്ങളാണോ സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തൊക്കെയാ സംഭവിച്ചെന്ന് തിയോയ്ക്കും അയ്യപ്പനും മനസ്സിലായില്ല. ഇവൾ എന്തിനാണ് ഇങ്ങനെ ഡെഡ് ബോഡിയെ പോലെ അഭിനയിച്ച് കിടന്നതെന്നായിരുന്നു അവർ ചിന്തിക്കുന്നത്. അവൾ ആരാണ്, അവളുടെ പേരെന്താണ്, അഡ്രസ് എന്താണെന്നൊക്കെ ഇവർക്ക് കണ്ടുപിടിക്കണം. ആ ഡ്രസ്സ് എവിടെ നിന്നോ റെന്റിനെടുത്തതായിരുന്നു. ആ ഡ്രസ്സിനുള്ള ഷോപ്പിന്റെ പേരുണ്ടായിരുന്നു. അവർ ഷോപ്പിൽ പോയി അന്വേഷിക്കുമ്പോൾ ജബ്ബാർ എന്ന് പറയുന്ന ഒരാളാണ് അത് റെന്റിനെടുത്തതെന്ന് മനസ്സിലായി. അയാൾ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. ജബ്ബാറിനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ തിയോയ്ക്ക് മനസ്സിലാകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആ പെൺകുട്ടി ജബ്ബാറിനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് ചാരു തോമസ് എന്നാണ്. ഒരു മരണ സെറ്റപ്പ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജബ്ബാറിന്റെ ഹെൽപ്പ് ചോദിക്കാനാണ് ചാരു വന്നത്. സിനിമയും സീരിയലും ഒന്നുമല്ല, ജീവിതത്തിൽ നടക്കുന്ന കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അവള് പറഞ്ഞത്. എന്തിനാ അങ്ങനൊരു മരണ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് ജബ്ബാറും ചോദിച്ചു. മരിച്ചു കിടക്കുമ്പോൾ ചുറ്റും ബന്ധുക്കളിൽ നിന്ന് എങ്ങനെയാണ് കരയുന്നത്, അവരുടെയൊക്കെ മുഖത്തെ എക്സ്പ്രഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചാരു അങ്ങനെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്. അവൾക്ക് ബന്ധുക്കാർ ആരും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ അമ്മയും അച്ഛനും ആക്സിഡന്റിൽ മരിച്ചുപോയതാണ്. അവൾ ഓസ്ട്രേലിയയിലായിരുന്നു. തന്റെ ബന്ധുക്കാരെ കണ്ടെത്താൻ വേണ്ടി നാട്ടിലേക്ക് വന്നതാണ്. പക്ഷേ ഒരു ബന്ധുക്കാരെയും കണ്ടെത്താൻ പറ്റിയില്ല. ചാരുവിന് എന്തോ അസുഖമുണ്ട്. കുറച്ചു നാളും കൂടെ അവൾ ജീവനോടെ ഇരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. താൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ ഒരു ബന്ധുവിനെങ്കിലും കണ്ടെത്തണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. അത് കാരണം ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് താൻ മരിച്ചു കിടന്നാൽ എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. സംഭവങ്ങളൊക്കെ കേട്ടിട്ട് തിയോയുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഇത്രയും കാലം തിയോ ആണ് ഭ്രാന്തനെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവനേക്കാളും വട്ടുള്ള ഒരു പെണ്ണിനെ തന്നെയാണല്ലോ ഇവന് കിട്ടാൻ പോകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ആ പെൺകുട്ടി എന്തായാലും കുറച്ചുനാൾ കഴിയുമ്പോൾ മരിക്കില്ലേ, അപ്പൊ നിനക്ക് കാമുകിയായിട്ട് അവളെ കിട്ടുമല്ലോ എന്ന് എല്ലാവരും തിയോട് പറയുന്നു. പക്ഷെ എല്ലാം കേട്ട് കഴിഞ്ഞ് നിക്കോ ആകട്ടെ പറയുന്നുണ്ട് ബന്ധുക്കളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പെൺകുട്ടി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയാലോ, അവിടെ വെച്ചാണ് അവൾ മരിക്കുന്നതെങ്കിലോ അവളെ നിനക്ക് കാമുകിയായിട്ട് കിട്ടില്ലല്ലോ. അതുകൊണ്ട് അവളെ ഇവിടെ തന്നെ നിർത്തണം. അതുകൊണ്ട് അവളുടെ ബന്ധുവായിട്ട് അഭിനയിച്ച് തിയോയും അയ്യപ്പും പോകാൻ വേണ്ടി പ്ലാൻ ഇടുന്നു. അതിനു മുമ്പ് അവളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും തന്റെ പോലീസിലുള്ള ഫ്രണ്ട്സിന്റെ സഹായത്തോടു കൂടി അയ്യപ്പ് എടുക്കുന്നുണ്ട്. ചാരു ആകട്ടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. താഴെപ്പറമ്പിലാണ് തന്റെ വീടിന്റെ പേര്, തോമസിന്റെ മകളാണ്, എന്നെ തിരിച്ചറിയുന്ന ഏതെങ്കിലും ബന്ധുക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ എടുത്തിട്ട് അയ്യപ്പാകട്ടെ താൻ ചാരുവിന്റെ അച്ഛൻ തോമസിന്റെ കസിൻ ഗബ്രിയേൽ ആണെന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അയ്യപ്പ് സംസാരിച്ചത്. തന്റെ റിലേറ്റീവിനെ കണ്ടുകിട്ടിയ സന്തോഷത്തിലായിരുന്നു ചാരുവും. അങ്ങനെ ഇവർ ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. മരണ സെറ്റപ്പ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ട അതേ ആൾക്കാർ തന്നെയാണല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നു. തിയോയും ഗബ്രിയേലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ തിയോ പറയുന്നത് ഗബ്രിയേൽ തന്റെ അങ്കിൾ ആണെന്നാണ്. ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പാക്കിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരെ കുറിച്ചൊന്നും മോൾ എന്നോട് ചോദിക്കരുത്, അവരൊക്കെ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ആ കാര്യങ്ങളൊക്കെ ഓർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ സങ്കടപ്പെടും എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അത് കാരണം ചാരു വേറെ ആരെ പറ്റിയും ചോദിച്ചില്ല. രണ്ട് റിലേറ്റീവ്സിനെങ്കിലും കിട്ടിയ സ്ഥിതിക്ക് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ചാരു തീരുമാനിക്കുന്നു. ചാരുവിന്റെ അസുഖത്തെ പറ്റിയും അവൾ അവരോട് തുറന്നു പറഞ്ഞു. അവൾക്ക് MND എന്ന് പറയുന്ന അസുഖമായിരുന്നു. മോട്ടോർ ന്യൂറോൺ ഡിസീസ് ആണ്. അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. 2 മാസമാണ് അവൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്.
വരാൻ പോകുന്ന തന്റെ പിറന്നാള് തന്റെ അവസാനത്തെ പിറന്നാളായിരിക്കും എന്ന് അവൾ പറയുന്നു. അത് നന്നായിട്ട് ആഘോഷിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തിയോയുടെ കൂടെ ചാരു ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ കുറെ സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുന്നു, ഒരുപാട് ഗെയിമുകൾ കളിക്കുന്നു. താൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ വീടും കാറും എല്ലാം വിൽക്കണമെന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. കൂടാതെ താൻ മരിച്ചു കിടക്കുമ്പോൾ തന്റെ മരണാനന്തര ചടങ്ങുകൾ എവിടെ നടത്തണമെന്നും അവൾ കാണിച്ചു കൊടുക്കുന്നു. നല്ല ഗൗണൊക്കെ ഇടിപ്പിച്ച് എന്നെ നന്നായിട്ട് ഒരുക്കണം, ഷെഫ് പിള്ളയായിരിക്കണം എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുപോലെ ബന്ധുക്കാരായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒന്നും ഇത്തവണ കൊണ്ടുവരണ്ട, നിങ്ങൾ രണ്ടുപേരും മതി. നിങ്ങൾ എന്നെ കരഞ്ഞോണ്ട് യാത്ര അയക്കണ്ട, ചിരിച്ചോണ്ട് യാത്ര അയച്ചാൽ മതി. ഇതൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹം. മരണശേഷം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു. അതെല്ലാം കേട്ട് തിയോയ്ക്കും ഐപ്പിനും വിഷമം തോന്നുന്നുണ്ട്. തങ്ങൾ അവളുടെ റിയൽ ആയിട്ടുള്ള റിലേറ്റീവ്സ് ആണെന്ന് കള്ളം പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓസ്ട്രേലിയയിൽ വെച്ച് അവളുടെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന വിവേക് എന്ന് പറയുന്ന ഒരാളുടെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചാരു പോകുന്നുണ്ട്. തിയോയും ഐപ്പും കൂടെ ഉണ്ടായിരുന്നു. ആ മരിച്ചു കിടക്കുന്ന ആളുടെ രണ്ടാമത്തെ ഭാര്യ ആളുടെ മൃതദേഹം കാണാൻ അവിടെ വന്നപ്പോൾ അയാളുടെ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന മക്കളൊക്കെ ആ സ്ത്രീയെ തടയുന്നു. ചാരുവിനും ഐപ്പനും അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ആ സ്ത്രീയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ തിയോയും. ആദ്യ ഭാര്യയിലെ മക്കള് മൃതദേഹം കാണാൻ അനുവദിക്കാത്തത് കാരണം ആ സ്ത്രീ സങ്കടത്തോടു കൂടി അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് ചാരുവും കൂട്ടരും ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് വഴിയിൽ നിൽക്കുന്ന ആ സ്ത്രീയെ ചാരു കാണുന്നു. ഇവിടെ നിന്ന് ബസ് കിട്ടില്ല, ബസ് കിട്ടുന്നിടത്തേക്ക് തങ്ങളാക്കിയേക്കാമെന്ന് പറഞ്ഞിട്ട് ചാരു ആ സ്ത്രീയെ വണ്ടിയിലേക്ക് വിളിച്ചു കയറ്റാൻ തുടങ്ങി. എന്നാൽ അവരെങ്ങനെയെങ്കിലും പൊക്കോളുമെന്ന് തിയോ പറഞ്ഞെങ്കിലും ചാരു കേട്ടില്ല. വണ്ടിയിലേക്ക് അവരെ കയറ്റിയ ശേഷം ആ മൃതദേഹം കാണാൻ അവർ അനുവദിച്ചില്ല അല്ലേന്ന് അവൾ അവരോട് ചോദിക്കുന്നു. ഇല്ലാന്ന് അവർ സങ്കടത്തോടെ പറയുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിപ്പോയി. അവരുടെ കാര്യം വളരെ കഷ്ടമാണല്ലോ എന്ന് ചാരു പറയുമ്പോൾ ഐപ്പ് പറയുന്നുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന്. അവർ അവരുടെ ഭർത്താവിനെയും കുട്ടിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഇയാളുടെ കൂടെ താമസിക്കാൻ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് ഇവരുടെ ഗതി ഇങ്ങനെ ആയത്. ആ സ്ത്രീയെ പറ്റി അങ്ങനെ ഐപ്പ് കുറ്റം പറഞ്ഞതോടുകൂടി ദേഷ്യപ്പെട്ടുകൊണ്ട് തിയോ പറയുന്നുണ്ട് ഇനി അവരെ കുറിച്ച് ഒന്നും പറയണ്ട എന്ന്, അവരെന്റെ അമ്മയാണെന്ന്. അത് കേട്ട് ചാരുവും ഐപ്പും ഞെട്ടി. ഇനിയാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം തിയോ അവരോട് പറയുന്നത്. തന്റെ കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ട് അവിടെ നിന്ന് കേക്കുമായിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് തിയോ കാണുന്നത് തന്റെ അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുന്നത്. പുറത്ത് വണ്ടിയിൽ ഒരാൾ തന്റെ അമ്മയെ കാത്തിരിപ്പുണ്ടായിരുന്നു. തന്റെ ഭർത്താവിനെയും മകൻ തിയോയെ ഉപേക്ഷിച്ച് തിയോയുടെ അമ്മ ആ വണ്ടിയിൽ വന്ന ആളുടെ കൂടെ ഇറങ്ങിപ്പോയി. കേക്കും കൊണ്ട് സന്തോഷത്തോടെ ഓടി വന്ന തിയ കാണുന്നത് തന്റെ അമ്മ തന്നെ ഇട്ടിട്ടിറങ്ങി പോകുന്നതാണ്. അതവന് വലിയൊരു ട്രോമയായിരുന്നു. എന്നാൽ തകർന്നിരുന്ന അവന്റെ അച്ഛനാകട്ടെ തിയോയെ സമാധാനിപ്പിച്ചു. പിറ്റേന്ന് അവനൊരു കേക്കുമായിട്ട് അയാൾ വന്നു. അന്ന് ക്രിസ്മസ് രാത്രിയായിരുന്നു. ഗിറ്റാറുകൾ നന്നാക്കുന്ന ജോലിയായിരുന്നു അയാൾക്ക്. തിയോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നൊക്കെ അയാൾ കരുതിയതാണ്. പക്ഷെ ആ നാട്ടുകാർ മുഴുവൻ ഭാര്യ ഇറങ്ങിപ്പോയ കാര്യവും പറഞ്ഞിട്ട് അയാളെ കളിയാക്കാൻ തുടങ്ങി. ഈ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും സഹിക്കവയാതെ അന്ന് രാത്രി അയാൾ ആത്മഹത്യ ചെയ്യുന്നു. തന്റെ അച്ഛൻ അവസാനമായിട്ട് നന്നാക്കിക്കൊണ്ടിരുന്ന ആ ഗിത്താറായിരുന്നു തിയയ്ക്ക് അച്ഛനെ പറ്റിയുള്ള അവസാന ഓർമ്മ. അച്ഛനെ മിസ് ചെയ്യുമ്പോഴെല്ലാം അവൻ ആ ഗിത്താറിനോട് സംസാരിച്ചു. അത് കാരണം ആൾക്കാരെല്ലാം അവനെ മെന്റൽ എന്ന് പേരിട്ട് വിളിച്ചു. എല്ലാം നഷ്ടപ്പെട്ട തിയോയ്ക്ക് ആരും കൂട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ മരിച്ചുപോയവരൊക്കെയാണ് എന്റെ കുടുംബക്കാരെന്ന് ചാരുവിനോട് തിയോ പറയുന്നു. ജീവനോടെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരും എന്നെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. ഞാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. സംസാരിക്കാൻ ആരുമില്ലാതാകുന്നത് ഒരു വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. പിന്നീട് അങ്ങോട്ട് പലപ്പോഴും ചാരു അവനെ കോൾ ചെയ്തെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾ നമ്മളുടെ കൂടെയൊന്നും ജീവിക്കേണ്ട ആളല്ലാന്നും ഇനിയുള്ള കുറച്ച് ദിവസമെങ്കിലും അവൾ സ്വസ്ഥമായിട്ട് വേറെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് തിയോ പറയുകയായിരുന്നു. കാരണം ഇനിയും അവളുടെ മുന്നിൽ അവളുടെ റിലേറ്റീവ്സ് ആയിട്ട് അഭിനയിക്കാൻ അവന് തോന്നിയില്ല. അവൾ അവനെ തേടി വീട്ടിൽ വന്നിട്ടും അവൻ വാതിൽ തുറന്നില്ല. ഒടുവിൽ ഇവരുടെ ശ്മശാനത്തിലേക്ക് ഒരു ദിവസം അവൾ വരുന്നു. ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇത്രയും ദിവസം ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന ദിവസം അത്രയും നീ എന്റെ കൂടെ ഉണ്ടാകണമെന്നും എന്റെ ഫാമിലിയുടെ ഭാഗമാകണമെന്നും അവൾ പറയുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഹാപ്പി ആയിട്ട് വീണ്ടും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആരംഭിച്ചു. അവളെയും കൂട്ടി അവൻ വീട്ടിലേക്ക് വന്നു. അവനെ കളിയാക്കിക്കൊണ്ട് മെന്റൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ അവനെ നോക്കി ചിരിക്കാറുണ്ട്, അവനോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവളാകട്ടെ തിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്റെ റിലേറ്റീവ്സ് അല്ലാന്ന് എനിക്കറിയാമെന്ന്. നിങ്ങൾക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടത് സ്വത്തും പണവും ഒക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ വന്നത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലാന്നറിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നത്. ഐപ്പിനോടും തിയോടും ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതോടുകൂടി ജീവിക്കാനുള്ള ആഗ്രഹം അവളുടെ മനസ്സിൽ കൂടിക്കൂടി വരികയായിരുന്നു. പക്ഷെ ഒരു സ്കോപ്പും ഉണ്ടായിരുന്നില്ല. അവൾക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ എന്റെ അടുത്ത റിലേഷൻഷിപ്പിന് വന്നവരെല്ലാം സെക്സ് പ്രതീക്ഷിച്ച് വന്നവരാണെന്നാണ് അവൾ പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും സെക്സ് ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവൾ പറയുന്നു. തിയോ വെർജിൻ ആണെന്ന് ചോദിക്കുമ്പോൾ താൻ വെർജിൻ ആണെന്ന് അവൻ പറയുന്നുണ്ട്. അവനിതുവരെയും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാ പിന്നെ നമുക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതിൽ തനിക്ക് വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിൽ എതിർപ്പൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു കോണ്ടം വാങ്ങാൻ വേണ്ടി പോകുന്നു. പക്ഷെ കോണ്ടൊക്കെ വാങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് അവരുടെ വണ്ടിക്ക് ഒരു നായ കുറുക്ക് ചാടുകയും ആക്സിഡന്റ് ആയിട്ട് ചാരു ഹോസ്പിറ്റലാവുകയും ചെയ്തു. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ആളാകട്ടെ തിയോയുടെ കയ്യിൽ നിന്ന് വീണ പേഴ്സും സാധനങ്ങളും ഐപ്പിനെയാണ് ഏൽപ്പിച്ചത്. അതിനുള്ളിലുണ്ടായിരുന്ന കോണ്ടം ഐപ്പും കണ്ടു. ഐപ്പിന് കാര്യം മനസ്സിലായി എന്നറിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചമ്മലായിരുന്നു. അവളെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നേരത്ത്
കാലത്താണ് തന്റെ മകൻ കെവിനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഐപ്പ് കാണുന്നത്. അവനെ ഫോളോ ചെയ്തു പോയ ഐപ്പ് മനസ്സിലാക്കുന്നുണ്ട് അവന്റെ വൈഫ് അവിടെ അഡ്മിറ്റ് ആണെന്ന്, അവനൊരു കുഞ്ഞു ജനിച്ചിട്ടുണ്ടെന്ന്. കെവിൻ പുറത്ത് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഐപ്പ് ഉള്ളിലേക്ക് കയറി ആ കുഞ്ഞിനെ കാണുകയും അതിന്റെ കയ്യിൽ തൊടുകയും ചെയ്തു. പെട്ടെന്ന് കെവിന്റെ വൈഫ് ജിൻസി ഞെട്ടിയെഴുന്നേറ്റ് ആരാണെന്ന് ചോദിക്കുന്നു. കെവിന് ഉള്ളിലേക്ക് വന്നു. കെവിൻ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ട് ഐപ്പ് പറയുന്നുണ്ട് ഞാൻ റൂം മാറി കയറി വന്നതാണെന്ന്. അച്ഛനെ കണ്ടതും കെവിൻ ആകെ വല്ലാതെയായി. തന്റെ പേരക്കുട്ടിയെ ആദ്യമായിട്ട് കണ്ടതോടുകൂടി അയാൾ ആകെ സങ്കടത്തിലായിരുന്നു. വീണ്ടും വീണ്ടും ആ കുഞ്ഞിനെ കാണാൻ തനിക്ക് കൊതി തോന്നുന്നെന്ന് അയാൾ തിയോടും ചാരുവിനോടും പറയുന്നു. നിന്റെ മാമോദിസ ചടങ്ങില് നിങ്ങൾ എന്തായാലും പോകണമെന്ന് തിയോ ഐപ്പിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഐപ്പിനെ റെഡിയാക്കി കെവിന്റെ സമ്മതം പോലും ഇല്ലാതെ അവർ ഐപ്പിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. താൻ കെവിന്റെ അച്ഛനാണെന്നൊന്നും തന്നെ ഐപ്പ് ആരോടും പറഞ്ഞില്ല. കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് വാങ്ങി കരച്ചില് മാറ്റി ഉമ്മ വെച്ച ശേഷം തിരിച്ചു കൊടുത്തു. കെവിനും ആരോടും പറഞ്ഞില്ല ഇത് തന്റെ അച്ഛനാണെന്ന്. അത്രയും ചെയ്തിട്ട് അയാൾ സങ്കടത്തോടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് കെവിന്റെ അടുത്ത് സാർ ഇങ്ങോട്ടൊന്ന് വരുമെന്ന് പറയുന്നു. എന്നിട്ട് ചാരുവിനെയും തിയോയും കൂടെ നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും എന്റെ മക്കളാണെന്ന്. കെവിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ അയാൾ തന്റെ അച്ഛനാണെന്ന് കെവിന് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അവിടെയുള്ള ഫോട്ടോഗ്രാഫറിന്റെ സഹായത്തോടു കൂടി ഇവർ 3 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി അവർ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞതും പെട്ടെന്ന് ചാരു തലകറങ്ങി വീഴുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ചാരുവിന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആയിരുന്നു. അവളെ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി എന്തെങ്കിലും ഹോപ്പുണ്ടോന്ന് വിവേകിനോട് തിയോ ചോദിച്ചെങ്കിലും അവിടുത്തെ എല്ലാ ഹോപ്പും അവസാനിപ്പിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു. അവൾക്കിനി അധിക ദിവസം ഉണ്ടായിരുന്നില്ല. ബോധം വന്നപ്പോൾ തിയോ ആകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് മരിച്ചതിന് ശേഷം എന്റെ ഫാമിലി ആകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതിന് മുമ്പ് നീ എന്റെ ഫാമിലി ആകുന്നതല്ലേ എന്ന്. എന്നെ വിവാഹം കഴിക്കാമെന്ന് അവൻ ചോദിച്ചതും അവൾ ഉടനെ തന്നെ എസ് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവൾ ആഗ്രഹിച്ച പ്രകാരം അവൾ ആഗ്രഹിച്ച സ്ഥലത്ത് നല്ലൊരു വെഡിങ് സെറ്റപ്പ് തന്നെ നടത്തുന്നു. പക്ഷെ പിന്നീട് കാണിക്കുന്നത് അവൾ മരിച്ചതായിട്ടാണ്. എന്നാൽ മരിച്ചു കിടക്കുന്ന സമയത്തും ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് അവൾ പറഞ്ഞത് കാരണം അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. തിയോയുടെ വീട്ടിലുണ്ടായിരുന്ന അവൻ കാണുന്ന ആ ആത്മാക്കളെല്ലാം അവനോട് പറയുന്നുണ്ട് നിന്റെ കഥയ്ക്ക് ഒരു അവസാനമൊന്നുമില്ല. നിന്റെ ജീവിതം ഇനിയും മുന്നോട്ട് ഒരുപാട് കിടക്കുകയാണ്. ഇനിയും ഒരുപാട് ആൾക്കാര് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. മരിച്ചവരായിട്ടുള്ള ഞങ്ങളല്ല നിന്റെ ഫാമിലി ആകേണ്ടത്. ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നിന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. ഇനി നിന്റെ ജീവിതത്തില് ഞങ്ങളുടെ ആവശ്യമില്ലാന്നും നിനക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും പറഞ്ഞിട്ട് അവർ ആ വീട്ടിൽ നിന്നും പോകുന്നു. അപ്പോഴും തിയോയുടെ കൂടെ ഐപ്പ് ആ വീട്ടിലുണ്ടായിരുന്നു. തന്റെ ഫാമിലി ട്രീയില് അവർ 3 പേരുള്ള ഫോട്ടോ അവൻ വെക്കുന്നു. ബാക്കി എല്ലാവരുടെയും ഫോട്ടോ അവൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. തിയോയുടെ വീടിന്റെ അടുത്ത് അവനെ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ തിയോയോട് സംസാരിക്കും. അവനോട് സുഖമാണോ എന്ന് ചോദിക്കും. അവന്റെ കൂടെ ഫുട്ബോൾ കളിക്കും. അങ്ങനെ തിയോയുടെ ജീവിതവും മാറി. അവനെ ഇപ്പോൾ ആരും മെന്റൽ എന്ന് വിളിക്കാറില്ല. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.